അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം രാവിലെ തന്നെ ഞാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള സർവന ഭവാൻ എന്ന് പറഞ്ഞാൽ ഒരു വെജ് റെസ്റ്റോറൻറ്റിലേക്കാണ് പോകല്. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് 2 ചായയും ഒരു മസാല ദോശയും പിന്നെ ഒരു ഉത്തപ്പമാണ്. ഉത്തപ്പം ഒണിയൻ ടൊമാറ്റോ ഉത്തപ്പമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. നോർമലി എനിക്ക് വെജ് റെസ്റ്റോറൻറ്റ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് സർവന ഭവാനും പിന്നെ ബാലാജി ഭവൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ്. ഇവിടുത്തെ ഫുഡ് നല്ല രസമുണ്ട്. ഇനി നമ്മൾ പോകുന്നുള്ളത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ഷോപ്പിംഗ് സെൻറ്ററിലേക്കാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഷോപ്പിംഗ് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്നുള്ളതൊക്കെ ലിസ്റ്റാക്കിയിട്ടാണ് വരാറ്. എന്നിട്ട് ആ ഒരു ഐറ്റംസ് മാത്രമാണ് വാങ്ങാറ്. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ഷോപ്പിൽ കയറിയാൽ ഫുൾ അവിടെ ചുറ്റിക്കറങ്ങി നടന്നിട്ട് ഇങ്ങനെ നോക്കി ഇറങ്ങും. പക്ഷേ ഇപ്പോൾ അതിനുള്ള മൂഡൊന്നുമില്ല. ഒന്നാമത് മക്കൾ എന്തായാലും സമ്മതിക്കൂല. എൻ്റെ ചെറിയ മോനാണെങ്കിൽ ഭയങ്കര അലമ്പാക്കലാണ് ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ. ഈ ഒരു സെൻറ്ററിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. 1 to 20 dirhams വരെയുള്ള ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ മുകളിലുള്ള റേറ്റിലുള്ളതുണ്ട്, ക്വാളിറ്റി ഉള്ളതുണ്ട്, ക്വാളിറ്റി ഇല്ലാത്തതുണ്ട്. ബട്ട് ഓൾമോസ്റ്റ് നല്ല സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്കാണ് പോകുന്നുള്ളത്. ഇപ്പോൾ വാങ്ങിച്ച ഐറ്റംസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 3 ഐറ്റംസാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നുള്ളത്. ഇതൊരു ടീ പോട്ടാണ്. ഇത് ഞാൻ ഐക്യയിൽ 45 dirhamsന് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് ഓഫർ വന്നെടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് ഈ ഒരു സെൻറ്ററിൽ വന്നപ്പോൾ ഇത് 15 dirhamsന് എനിക്ക് കിട്ടി. പിന്നെ ഞാൻ വാങ്ങിയത് ഈ ഒരു ഫ്രൈ പാനാണ്. ഇത് 25 dirhamsനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നോൺ സ്റ്റിക്കിൻ്റെതാണ്. പിന്നെ എനിക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ വലിയൊരു പാത്രം വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് വലിയ ബ്രാൻഡൊന്നുമല്ല, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ബ്രാൻഡാണ്. അപ്പം പിന്നെ എനിക്കിപ്പോൾ അത്യാവശ്യമായതുകൊണ്ട് ഞാൻ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കാസറോളും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഷുഗറും അരിയൊക്കെ ഞാൻ ഇതുപോലത്തെ കണ്ടെയ്നേഴ്സിലാണ് സ്റ്റോർ ചെയ്ത് വെക്കാം. ആവശ്യം ഉണ്ടാകുമ്പോൾ ഇതിന്ന് എടുത്തിട്ട് ഞാൻ ആ ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സിൽ മാറ്റും. അങ്ങനെ ലഞ്ചെല്ലാം റെഡി ആയിട്ടുണ്ട്. സാലഡും നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഒരു ദിവസം മുമ്പ് തന്നെ എൻ്റെ കസിൻ എന്നെ വിളിച്ച് പറഞ്ഞു എനിക്ക് ഹോംലി ഫുഡ് കഴിക്കാൻ ഭയങ്കര പൂതിയാണ്. അപ്പോൾ അവനക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് പിന്നെ കുറച്ച് സമയം ഒന്ന് ഉറങ്ങി. അപ്പോഴത്തേക്ക് മഗ്രിബ് ബാങ്ക് കൊടുത്തു. പിന്നെ മഗ്രിബ് നിസ്കരിക്കാൻ വേണ്ടി എണീറ്റു. അപ്പോൾ ഇന്ന് ഡിന്നർ നമുക്ക് പുറത്തുനിന്നാണ്. എൻ്റെ സിസ്റ്ററിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമുക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു. അത് ഖറാമയിലുള്ള കാലിക്കറ്റ് പാരഗണിലാണ്. പിന്നെ അവിടെ പോകാൻ വേണ്ടി നമ്മളെല്ലാം റെഡിയായി. അങ്ങനെ പോകുന്ന വഴിന്ന് എൻ്റെ കസിനെയും കൂടി പിക്ക് ചെയ്തു. അങ്ങനെ ഗായ്സ് നമ്മൾ കാലിക്കറ്റ് പാരഗണിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. അങ്ങനെ നേരെ നമ്മൾ കാലിക്കറ്റ് പാരഗണിലേക്ക് വിട്ടു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റാർട്ടറായിട്ട് ഡ്രാഗൺ ചിക്കനും ചൈനീസ് ചിക്കൻ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഓരോരുത്തരായിട്ട് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവരെ സ്പെഷ്യലായിട്ടുള്ള വയനാടൻ പോത്തും കാല്. ഇതാണ് ആ സംഭവം. നല്ല ടേസ്റ്റ് ഉണ്ട്. പൊതുവേ കാലിക്കറ്റ് പാരഗണത്തെ ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു ഫിഷ് മാംഗോ കറി അതും അടിപൊളിയാണ്, ഒരു രക്ഷയുമില്ല. പിന്നെ ഈ ഒരു മീൻ പൊള്ളിച്ചതും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബട്ടർ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, ചിക്കൻ ചട്ടിക്കറി ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരെ നെയ്പത്രി അതും നല്ല അടിപൊളിയാണ്. നെയ്പത്രിയും മാംഗോ കറിയും, അതായത് ഫിഷ് മാംഗോ കറിയും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അങ്ങനെ നമ്മൾ ചെക്കന് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. iPhone 16 Pro Max ആണ്. അപ്പോൾ 18 വയസ്സ് തികഞ്ഞതുകൊണ്ട് അവൻ ഒഫീഷ്യലി അഡൽട്ട് ആയതുകൊണ്ട് തന്നെ അവനക്ക് ഏറ്റവും വലിയ സമ്മാനമാണ് ജീജു ഈ ഒരു ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത്. ബോയ്ക്ക് മാത്രമല്ലായിരുന്നു സർപ്രൈസ്, അവിടെ വന്നിട്ടുണ്ടായിരുന്ന കുട്ടികൾക്കും കൂടി സർപ്രൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ജീജുവിൻ്റെ വക എല്ലാ മക്കൾക്കും ചെറിയൊരു മണി പ്രൈസായിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്യാഷ് കിട്ടിയ ഉടനെ തന്നെ കുട്ടികൾ അവിടെ നിന്ന് കോയിൻസ് ആക്കി ഇതുപോലത്തെ മെഷീനിലിട്ട് ഡോൾസ് ഒക്കെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ അൽഹംദുലില്ലാ ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും തിരിച്ച് വീട്ടിൽ പോയിട്ടുണ്ട്. ടൈം ഏകദേശം 1 മണിയായിട്ടുണ്ട്. യുവാനൊക്കെ ഒന്ന് പെട്ടെന്ന് കിടത്തി ഉറക്കണം. നാളെ എല്ലാവർക്കും ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉറങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനി നല്ല വീഡിയോസും വ്ളോഗ്സും നല്ല അടിപൊളി റെസിപ്പീസുമായിട്ട് വീണ്ടും വരുന്നത് വരെ അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ. ബൈ.